പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസ് ആണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിനകത്ത് 15 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 15 ചോദ്യങ്ങൾക്കകത്ത് നിന്ന് നിങ്ങൾ നേടിയെടുക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 6 മാർക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 6 മാർക്ക് നേടിയെടുക്കുകയാണെങ്കിൽ ഈ ഒരു ടെസ്റ്റ് വിജയിക്കാനായിട്ട് കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് സംസാരിച്ച സമയം കളയണ്ട, ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏത് രാജ്യമാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ശ്രദ്ധിക്കുക, ഏത് രാജ്യമാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏത് രാജ്യമാണ്? 4 രാജ്യങ്ങളുണ്ടല്ലേ, ഏതാണെന്ന് പറഞ്ഞേ? ഏതാണ്ടേ അത് നമ്മുടെ ഓസ്ട്രേലിയയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ 2026 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? അത് ഓസ്ട്രേലിയയാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, വൈകല്യമുള്ളവർക്കായിട്ട് IIT ഹൈദരാബാദ് തയ്യാറാക്കിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള തൊഴിൽ പോർട്ടലിൻ്റെ പേരാണ് എന്ത്? സ്വരാജ്യബിലിറ്റി എന്നാണ്. സ്വരാജ്യബിലിറ്റി എന്ന് പറയുന്നത് ഇത് ആരംഭിച്ചത് ഏത് ബാങ്കിൻ്റെ ധനസഹായത്തോടു കൂടിയാണെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള തൊഴിൽ പോർട്ടലാണെന്ത്? സ്വരാജ്യബിലിറ്റി. ഇത് ആരംഭിച്ചത് ഏത് ബാങ്കിൻ്റെ സഹായത്തോടു കൂടിയാണെന്ന് ചോദിച്ചാൽ ഏത് ബാങ്കാണ്? 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഈ ഓപ്ഷൻസ് ആദ്യം ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കൊട്ടക് മഹേന്ദ്ര ബാങ്ക് ആണ് അല്ലേ. അപ്പോൾ കൊട്ടക് മഹേന്ദ്ര ബാങ്കാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു കൊട്ടക് മഹേന്ദ്ര ബാങ്കിൻ്റെ സഹായത്തോടു കൂടിയാണ് വൈകല്യമുള്ളവർക്കായിട്ട് IIT ഹൈദരാബാദ് തയ്യാറാക്കിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോർട്ടലായിട്ടുള്ള സ്വരാജ്യബിലിറ്റി ഏത് ബാങ്കിൻ്റെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചത്? അത് കൊട്ടക് മഹേന്ദ്ര ബാങ്കിൻ്റെ സഹായത്തോടു കൂടിയാണെന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ FAO 2021 ട്രീ സിറ്റി ഓഫ് ദ വേൾഡ് ആയി അംഗീകരിച്ച ഇന്ത്യൻ നഗരം ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന് 2021 ട്രീ സിറ്റി ഓഫ് ദ വേൾഡ് ആയിട്ട് അംഗീകരിച്ച ഇന്ത്യൻ നഗരങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് 4 പെയർ ഓഫ് സിറ്റീസ് ഉണ്ടല്ലേ. അപ്പോൾ ഏത് നഗരങ്ങളൊക്കെയാണ് നമ്മുടെ ട്രീ സിറ്റി ഓഫ് ദി വേൾഡ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഒന്ന് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചേ. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. മുംബൈയും ഹൈദരാബാദുമാണ് കേട്ടോ. അപ്പോൾ മുംബൈയും ഹൈദരാബാദുമാണ് എന്ത് ചെയ്യുന്നത്? ട്രീ സിറ്റി ഓഫ് ദ വേൾഡ് ആയിട്ട് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ തിരഞ്ഞെടുത്ത സിറ്റീസ് ഏതൊക്കെയാണ്? അത് നമ്മുടെ മുംബൈയും ഹൈദരാബാദുമാണെന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, നാലാമത്തെ ചോദ്യം, 56ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ അസമീസ് കവി ആരാണ്? ഓക്കെ, ശ്രദ്ധിക്കുക, 56ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ അസമീസ് കവി ആരെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. ആരാണ്? നമുക്കറിയാം, അത് നീൽമണി ഫുക്കനാണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നീലമണി ഫുക്കനാണ് അല്ലെങ്കിൽ നീൽമണി ഫുക്കനാണ് എന്ത് ചെയ്യുന്നത്? 56ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ അസമീസ് കവിയാണ് ആര്? നീൽമണി ഫുക്കൻ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. സെറ്റല്ലേ? ഓക്കെ, അടുത്ത 5ാമത്തെ ചോദ്യം, മാധവപൂർ മേള നടക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ മാധവപൂർ മേള നടക്കുന്ന സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ ഏത് സംസ്ഥാനത്തിലാണ് മാധവപൂർ മേള നടക്കുന്നത്? ഓക്കെ, ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്ഷൻ സി ആണ്, ഗുജറാത്താണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഗുജറാത്തിലാണ് എന്ത് ചെയ്യുന്നത്? മാധവപൂർ മേള നടക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്താണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട, വളരെ ക്ലിയർ ആണ്. ഓക്കെ, 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് വരുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തുക. ഓക്കെ, നമുക്കടുത്ത 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ. കേരളത്തിൽ ആദ്യമായിട്ട് KSRTCയുടെ ഓപ്പൺ റൂഫ് ഡബിൾ ടക്കർ സർവീസ് ആരംഭിച്ച നഗരം ഏതാണ്? നമ്മൾ വാർത്തയിൽ കണ്ടതാണല്ലേ. കേരളത്തിൽ ആദ്യമായിട്ട് KSRTCയുടെ ഓപ്പൺ റൂഫ് ഡബിൾ ടക്കർ സർവീസ് ആരംഭിച്ച നഗരം ഏത് തന്നെയാണ്ടേ? അത് നമ്മുടെ തിരുവനന്തപുരത്താണല്ലേ. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ ഇങ്ങനത്തെ ബസ്സുകളൊക്കെ തിരുവനന്തപുരത്ത് സിറ്റീസിലൊക്കെയാണ് കാണുന്നതില്ല. എന്ന് ബാംഗ്ലൂരൊക്കെ സിനിമകളിലൊക്കെയാണ് കാണുന്നതില്ല. ഒരു ബസ്സിൻ്റെ മുകളിൽ വേറൊരു ഫ്ലോർ കൂടി വെച്ചതിന് ശേഷം ഇത് ഓപ്പൺ ആണ്. സാധാരണ ഇങ്ങനെയാണ് വരുന്നതില്ല. സാധാരണ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ബസ്സാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു ഓപ്പൺ ബസ്സാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. അതാണ് നമ്മുടെ KSRTCയിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ചതാണ് ഇങ്ങനെ ഒരു ബസ് കേട്ടോ. എന്നാൽ ഇത് സാധാരണ ബസ്സാണ്. ഈ ബസ്സിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു റാക്ക് പോലെ വന്നിട്ട് ഇത് ഓപ്പൺ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാർക്ക് റൂഫ് നമ്മുടെ ആകാശമൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബസ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് KSRTCയുടെ ഓപ്പൺ റൂഫ് ഡബിൾ ടക്കർ സർവീസ് ആരംഭിച്ച നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്, വേറെ സംശയമില്ല. ഓക്കെ,
ഏഴാമത്തെ ചോദ്യം, ലോകത്ത് വന്യമൃഗങ്ങൾക്കായിട്ട് നിയമപരമായ അവകാശം നൽകുന്ന ആദ്യ രാജ്യം ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ലോകത്ത് വന്യമൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമപരമായ അവകാശം നൽകുന്ന ആദ്യ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏത് രാജ്യമാണ്? ശരി ഉത്തരം കിട്ടിയോ? അത് നമ്മുടെ ഏത് രാജ്യമാണ് പറഞ്ഞേ? അത് നമ്മുടെ ഇക്വഡോർ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ഇക്വഡോർ ആണ്. അപ്പോൾ ലോകത്ത് വന്യമൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമപരമായ അവകാശം നൽകുന്ന ആദ്യത്തെ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഇക്വഡോർ ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? വന്യമൃഗങ്ങൾക്ക് നിയമപരമായ അവകാശം ഇക്വഡോർ ആണ്. ഓക്കെ, അടുത്ത എട്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചേ. എണ്ണ വാതക വ്യവസായത്തിലെ ഡിജിറ്റൽ പരിവർത്തനം വേഗതയിലാക്കാനായിട്ട് മൈക്രോസോഫ്റ്റുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനി ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, എണ്ണ അതുപോലെ തന്നെ വാതക വ്യവസായത്തിലെ ഡിജിറ്റൽ പരിവർത്തനം വേഗതയിലാക്കാനായിട്ട് ശ്രദ്ധിക്കണം. എണ്ണയും അതുപോലെ തന്നെ നമ്മുടെ വാതക വ്യവസായം. ഓക്കെ, നമുക്കറിയാലോ ഒരുപാട് ഗ്യാസ് കണക്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഗ്യാസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എണ്ണയും അല്ലെങ്കിൽ ഓയിലും അതേപോലെയുള്ള ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡിജിറ്റൽ പരിവർത്തനം വേഗതയിലാക്കാനായിട്ട് മൈക്രോസോഫ്റ്റുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനി ഏതെന്ന് ചോദിച്ചാൽ അത് ഏത് കമ്പനിയാണ്? ശരി ഉത്തരം കിട്ടിയോ? ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഓപ്ഷൻസ് വായിച്ച് ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നമ്മുടെ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് കേട്ടോ. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ശരി ഉത്തരം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ എണ്ണ വാതക വ്യവസായത്തിലെ ഡിജിറ്റൽ പരിവർത്തനം വേഗതയിലാക്കാനായിട്ട് മൈക്രോസോഫ്റ്റുമായിട്ട് സഹകരിക്കുന്ന ഇന്ത്യൻ കമ്പനി എന്ന് ചോദിച്ചാൽ അത് ഏതാണ്ട് അത് നമ്മുടെ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കടുത്ത് 9ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 9ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. ചുവടെ നൽകിയ പ്രക്ഷോഭങ്ങളും ജില്ലകളും ചേരുംപടി ചേർക്കുക എന്നാണ് കേട്ടോ. സിമ്പിളാണ്. പാലിയം സത്യാഗ്രഹമുണ്ട്, കരിവെള്ളൂർ സമരമുണ്ട്, തോൽവിറക് സമരമുണ്ട്, കല്ലുമാല സമരമുണ്ട്. അപ്പോൾ ഈ സമരങ്ങളൊക്കെ ഏതൊക്കെ ജില്ലകളിലാണ് എന്നാണ് നിങ്ങൾ മാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്ന് ശരി ഉത്തരം കണ്ടെത്താനായിട്ടൊന്ന് ശ്രമിച്ചേ. അപ്പോൾ നമുക്ക് നോക്കാം. പാലിയം സത്യാഗ്രഹം. ഈ പാലിയം സത്യാഗ്രഹം നടക്കുന്നത് എവിടെയാണ്? അത് എറണാകുളത്താണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. എറണാകുളത്താണ് എന്ത് ചെയ്യുന്നത്? പാലിയം സത്യാഗ്രഹം നടക്കുന്നത് എറണാകുളത്താണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. ഓക്കെ അല്ലേ? പിന്നെ വരുന്ന ഏതാണ്? കരിവെള്ളൂർ സമരമാണ് അല്ലേ? അപ്പോൾ കരിവെള്ളൂർ സമരം എവിടെയാണെന്ന് അറിയാമോ? കരിവെള്ളൂർ സമരം അത് നമ്മുടെ കണ്ണൂരിലാണ് അല്ലേ? കണ്ണൂരിലാണ് കരിവെള്ളൂർ സമരം നടക്കുന്നത്. തോൽവിറക് സമരം എവിടെയാണ്? തോൽവിറക് സമരം ഇവിടെയാണ്. തോൽവിറക് സമരം കാസർഗോഡാണ് അല്ലേ? നമുക്കറിയാം കാസർഗോഡ് തോൽവിറക് സമരം. കല്ലുമാല സമരമാണെങ്കിൽ അത് കൊല്ലത്താണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പാലിയം സത്യാഗ്രഹം എറണാകുളത്താണ്, കരിവെള്ളൂർ സമരമാണെങ്കിൽ അത് കണ്ണൂരാണ്, തോൽവിറകാണെങ്കിൽ കാസർഗോഡും അതുപോലെ തന്നെ കല്ലുമാലയാണെങ്കിൽ കൊല്ലവുമാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. അടുത്ത 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ. സംഗീതജ്ഞരിലെ രാജാവും രാജാക്കന്മാരിലെ സംഗീതജ്ഞനുമായി അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സംഗീതജ്ഞന്മാരിലെ രാജാവും രാജാക്കന്മാരിലെ സംഗീതജ്ഞനും എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരെന്നാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. സിമ്പിൾ അല്ലേ? ആരാണ്? അത് നമ്മുടെ സ്വാതി തിരുനാളാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ സ്വാതി തിരുനാളിനാണ് എന്തെന്നറിയപ്പെടുന്നത്? സംഗീതജ്ഞരിലെ രാജാവും രാജാക്കന്മാരിലെ സംഗീതജ്ഞനുമായി അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? സ്വാതി തിരുനാളാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, 11ാമത്തെ ചോദ്യം. ഫ്രാങ്കോ രാഘവൻ പിള്ളയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതെന്നാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഫ്രാങ്കോ രാഘവൻ പിള്ളയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതെന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. ഏതാണ്? കിട്ടിയോ? കടയ്ക്കൽ സമരമാണ് അല്ലേ? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കടയ്ക്കൽ സമരമാണ് എന്ത്? ഫ്രാങ്കോ രാഘവൻ കടയ്ക്കൽ സമരം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കടുത്ത് 12ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. 12ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക. ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ദേവേന്ദ്രനാഥ ടാഗോർ എഴുതിയ ബ്രഹ്മധർമ്മ എന്ന് പറയുന്ന പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരെന്നാണ് നമ്മുടെ 12ാമത്തെ ചോദ്യം. ശരി ഉത്തരം കിട്ടിയോ? ആരാണ്? ഓക്കെ, നമുക്ക് നോക്കാം. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അയ്യത്താൻ ഗോപാലനാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ പുസ്തകമായ ബ്രഹ്മധർമ്മ അതിന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് അയ്യത്താൻ ഗോപാലനാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, നമുക്കടുത്ത 13ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ജാതി വിവേചനം ഇല്ലാക്കുന്നതിനായിട്ട് ഉന്നത ജാതിക്കാർ ഉപയോഗിച്ചു വന്നിരുന്ന പേരുകളും ജാതിനാമങ്ങളും ദളിത് വിഭാഗങ്ങളുടെ കുട്ടികൾക്ക് നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക. ജാതി വിവേചനം ഇല്ലാതാക്കുന്നതിനായിട്ട് ഉന്നത ജാതിക്കാർ ഉപയോഗിച്ചു വന്നിരുന്ന പേരുകളും ജാതിനാമങ്ങളും ദളിത് വിഭാഗക്കാർക്ക് കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ ആരാണത്? ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടോ?
ഓപ്ഷൻ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ആനന്ദതീർത്ഥനാണ്. ഓക്കെ, അപ്പോൾ ആനന്ദതീർത്ഥനാണ് എന്ത് ചെയ്യുന്നത്? ഈ ജാതി വ്യവസ്ഥയെ മറികടക്കുന്നതിനായിട്ട് ദളിതന്മാർക്ക് എന്ത് ചെയ്തു? ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തിരുന്ന പേരും ജാതി പേരും ഒക്കെ കൊടുത്തത് ആരാണ്? നമ്മുടെ ആനന്ദതീർത്ഥനാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, നമുക്കടുത്ത 14ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മലപ്പുറത്ത് നിന്ന് എവിടേക്കാണ് പാർവതി നെന്മേനിമംഗലം ബോധവൽക്കരണ ജാഥ നയിച്ചത് എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, മലപ്പുറത്ത് നിന്ന് എവിടേക്കാണ് നമ്മുടെ പാർവതി നെന്മേനിമംഗലം ബോധവൽക്കരണ ജാഥ നയിച്ചത് എന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. ശരി ഉത്തരം കിട്ടിയോ? എവിടേക്കാണ്ടേ? കോട്ടയത്തേക്കാണല്ലേ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, കോട്ടയമാണ്. ഓക്കെ, അപ്പോൾ മലപ്പുറത്ത് നിന്നും കോട്ടയത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പാർവതി നെന്മേനിമംഗലം ബോധവൽക്കരണ ജാഥ നയിച്ചത് മലപ്പുറത്ത് നിന്നും കോട്ടയത്തേക്കാണ് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത 15ാമത്തെ ചോദ്യം. അനാഥ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആശ്രയം നൽകി ആലുവയ്ക്കടുത്ത് ആനന്ദഭവനം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നാണ് 15ാമത്തെ ചോദ്യം. ശ്രദ്ധിക്കുക, അനാഥ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആശ്രയം നൽകിക്കൊണ്ട് ആലുവയ്ക്കടുത്ത് ആനന്ദഭവനം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നാണ് നമ്മുടെ 15ാമത്തെ ചോദ്യം. ശരി ഉത്തരം കിട്ടിയോ നിങ്ങൾക്ക്? ഓപ്ഷൻ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പനാണ് എന്ത് ചെയ്യുന്നത്? അനാഥ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആശ്രയം നൽകിക്കൊണ്ട് ആലുവയ്ക്കടുത്ത് ആനന്ദഭവനം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാരെന്ന് ചോദിച്ചാൽ ആനന്ദഭവനമാണെങ്കിൽ അത് സഹോദരൻ അയ്യപ്പനാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 15 ചോദ്യങ്ങളാണ് അല്ലേ. 15 ചോദ്യങ്ങൾ, അതിനകത്ത് നിന്ന് കറണ്ട് അഫെയർ ഉണ്ട്, കേരള ചരിത്രമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വളരെ സിമ്പിളായിട്ടുള്ളൊരു മാർക്കാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്, 6 മാർക്കാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 6 മാർക്ക് വാങ്ങിക്കാനായി കഴിഞ്ഞു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും പുതിയ വീഡിയോസിനായിട്ട് എന്ത് ചെയ്യുക? ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.